അങ്ങനെ 2003 ഫെബ്രുവരി 1, അതായത് ഈ ഒരു ദിവസം ദൗത്യമെല്ലാം പൂർത്തിയായി. അങ്ങനെ അവരെല്ലാം പൂർത്തിയായിട്ട് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു ആ 2003 ഫെബ്രുവരി 1 എന്ന് പറയുന്ന ആ ഒരു ദിവസം. കൽപ്പന ചൗളയും ഈ ഒരു 7 ആളുകളും കൂടിയിട്ട് ബഹിരാകാശ യാത്രക്കാരും അതുപോലെ തന്നെ ഈ കൽപ്പന ചൗളവും മൊത്തം 8 പേരുണ്ടായിരുന്നു. കൽപ്പന ചൗളയും ഈ 7 ബഹിരാകാശ യാത്രക്കാരും കൂടിയിട്ട് ഭൂമിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു പരീക്ഷണം കഴിഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം. ഭൂമിയിലേക്ക് എത്താൻ ഏതാണ്ട് 16 മിനിറ്റ് മാത്രം ബാക്കിയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടായത്, ഈ ഒരു ദുരന്തം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത്? നിസ്സാരമായ ഒരു സംഭവമായിരുന്നു അത്. അതാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്. അതായത് പേടകം വിക്ഷേപിച്ച് 82 സെക്കൻഡ് പിന്നിടുമ്പോഴാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. അതായത് പുറത്തുള്ള ഇന്ധന ടാങ്കിൽ നിന്നും ഇന്ധന ടാങ്കിൻ്റെ ഒരു ടൈൽസ് പൊട്ടി വീണിട്ട് അത് ആ പേടകത്തിൻ്റെ ഇടത്തെ ചിറകിലേക്ക് തട്ടുകയായിരുന്നു. അങ്ങനെ ആ ചിറകിൽ നിന്നും ഒരു ചെറിയൊരു ഹോൾ വന്നു. ആ ഒരു ഹോളിലൂടെ ഭയങ്കരമായ ചൂട് കാറ്റ് ഉള്ളിലേക്ക് വന്നു. അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു ചൂടായിരുന്നു ഈ ഒരു പേടകത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടകത്തിന് താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അത് അവിടുന്ന് തന്നെ ഭൂമിയിലേക്ക് എത്താൻ വെറും 16 മിനിറ്റ് മാത്രം ബാക്കിയിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ദൗർഭാഗ്യം അല്ലെങ്കിൽ ദുരന്തമായിട്ട് അത് മാറി. കൽപ്പന ചൗള അടക്കം 7 പേര് ആ ഒരു ദുരന്തത്തിൽ അന്തരിച്ചു. അവർക്ക് ആദരാഞ്ജലി നേരുന്നു. ഇത് പൂർണ്ണമായും ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ദൗത്യം തന്നെയായിരുന്നു. ഏകദേശം 80ഓളം ദൗത്യങ്ങൾ അവർ ബഹിരാകാശത്ത് വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഭൂഗുരുത്വമില്ലാതെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ പഠിച്ചു. പുഷ്പങ്ങളുടെ സുഗന്ധം എങ്ങനെയായിരിക്കുമെന്ന് ബഹിരാകാശത്ത് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് അവർ പഠിച്ചു. അതുപോലെ അഗ്നിജ്വാലങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന്. ഇതെല്ലാം ഈ പരീക്ഷണങ്ങളെല്ലാം അപകടത്തിന് മുന്നേ തന്നെ ഭൂമിയിലേക്ക് എത്തിച്ചത് കൊണ്ട് ഇന്നും നമുക്ക് തെളിവായിട്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന് ഈ ഒരു അറിവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു കൽപ്പന ചൗള. കാരണം ബഹിരാകാശ യാത്രയിലെ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ള പേരും കൂടിയാണ് ഇന്ത്യൻ വനിത. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനോട് നമുക്ക് അഭിമാനിക്കാം അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കൽപ്പന ചൗളയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.